സഹൃദരെ നമസ്കാരം. ഫിഫ വേൾഡ് കപ്പ് 2026 റൗണ്ട് ഓഫ് 16 മാച്ച് 4 മെക്സിക്കോ വേഴ്സസ് ഇംഗ്ലണ്ട് കളി കഴിഞ്ഞിരിക്കുകയാണ്. 3-2 എന്ന സ്കോറിൽ ഇംഗ്ലണ്ട് മെക്സിക്കോനെ അടിച്ചിരിക്കുകയാണ്. ഒരു രക്ഷയായിരുന്നു, അടിപൊളി കളി തന്നെയായിരുന്നു, നല്ല ഫൈറ്റിംഗ് സ്പിരിറ്റുള്ള കളിയായിരുന്നു. ഈ ഗ്രൗണ്ടിൽ മെക്സിക്കോ അങ്ങനെ അധികം തോറ്റിട്ടില്ല. 89 അല്ലാണ്ട് കളിച്ചിട്ട് ഏതോ 2 ടീം മാത്രമേ ആകെ തോപ്പിച്ചിട്ടുള്ളൂ. ഇപ്പോൾ മൂന്നാമത് ടീം ഇംഗ്ലണ്ടായി മാറിയിരിക്കുകയാണ്. എന്തായാലും ഫസ്റ്റ് ഹാഫിൽ എന്താ പറയുക, നല്ല അഗ്രസീവ് പ്രസ്സിംഗ് ആയിട്ടാണ് നമ്മുടെ മെക്സിക്കോ സ്റ്റാർട്ട് ചെയ്തത്. നല്ല രീതിയിൽ വൈഡ് അറ്റാക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തിരിച്ച് തോമസ് ട്യുച്ചലിൻ്റെ ഇംഗ്ലണ്ടും അതുപോലെ തന്നെ ഹെവി പ്രസ്സിങ്ങും ഭയങ്കര ബെല്ലിംഗാം ആണെങ്കിൽ നല്ല രീതിയിൽ ലൈൻസിനെ ബിറ്റ്വീൻ കളിച്ച് നല്ല രീതിയിൽ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് 36ാമത്തെ മിനിറ്റിൽ വെല്ലിംഗാം ആദ്യത്തെ ഗോൾ അടിക്കുന്നു. അത് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞ് 38ാമത്തെ മിനിറ്റിൽ വെല്ലിംഗാം തന്നെ രണ്ടാമത്തെ ഗോൾ അടിച്ച് 2-0 ഇംഗ്ലണ്ട് അപ്പാവുന്നു. ഇംഗ്ലണ്ടിൻ്റെ പൂർണ്ണ ആധിപത്യമാവുന്നു. പൊസിഷൻ പിടിക്കും തോന്നുന്ന ഘട്ടത്തിൽ 42ാമത്തെ മിനിറ്റിൽ ക്യുനോൻസിൻ്റെ ഒരു ഗോളിലൂടെ 2-1 തിരിച്ച് മെക്സിക്കോ തിരിച്ചു പിടിക്കുന്നു കളി. അത് കഴിഞ്ഞ് നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്നു, നല്ല രീതിയിൽ അടിക്കുന്നു. എന്താ പറയുക, നമ്മുടെ ക്യുനോൻസ് ആണെങ്കിൽ നല്ല രീതിയിൽ അവരുടെ സ്പേസ്, നല്ല ഇംഗ്ലണ്ട് ഡിഫൻസിനിടയിലുള്ള സ്പേസ് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്ത് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അടിപൊളി തന്നെയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ വന്ന് ആ ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോഴത്തേക്ക് വീണ്ടും ഹെവി പ്രസ്സിങ്ങും ആയിട്ട് പോകുന്നത് 54ാമത്തെ മിനിറ്റിൽ എന്താ പറയുക, ജെറൽ കൊൻഷയ്ക്ക് ഒരു റെഡ് കാർഡ് കിട്ടുന്നു. ഇംഗ്ലണ്ട് ഒരാൾ കുറയുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് മെക്സിക്കോ ഫുൾ അഡ്വാൻറ്റേജ് എടുത്ത് പോകുമെന്ന് തോന്നുന്ന അവസ്ഥയിൽ 60ാമത്തെ മിനിറ്റിൽ ഒരു പെനാൽറ്റി കിട്ടുന്നത് കെയ്നായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. 3-1 ഇംഗ്ലണ്ട് അപ്പാവുന്നു. തിരിച്ച് നല്ല രീതിയിൽ ഹെവി ആയിട്ട് കളിച്ചുകൊണ്ടിരുന്നു. 60ാമത്തെ മിനിറ്റിൽ വീണ്ടും മെക്സിക്കോയ്ക്ക് ഒരു പെനാൽറ്റി കിട്ടുന്നു. ജിമിനസ് അത് എടുക്കുന്നു, ഗോളാവുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഈ ഒരു എക്സ്ട്രാ മാൻ അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രകടനം മെക്സിക്കോ മാക്സിമം ട്രൈ ചെയ്യുന്ന ഹെവി ആയിട്ട് കാണിക്കുന്നു. പിക്ഫോർഡ് ആണെങ്കിൽ അസാധ്യ സേവ്, ഒരുപാട് സേവ് ചെയ്തു കേട്ടോ. ബെല്ലിംഗാം പറയാതിരിക്കാൻ വയ്യ, വേൾഡ് ക്ലാസ് പെർഫോമൻസ് തന്നെയായിരുന്നു ഈ മാച്ചിൽ ഉടനീളം കാഴ്ചവെച്ചത്. അടിപൊളിയായിട്ട് തന്നെ കളിച്ചു. ഈ ഒരു 10 ആൾക്കാരെ റെഡ് കാർഡ് കിട്ടിയതോടുകൂടി കുറച്ച് ഒന്ന് ഡിഫെൻസീവ് ആയി ഇംഗ്ലണ്ട്. എന്താ പറയുക, ലോ ബ്ലോക്കിങ്ങും അങ്ങനെയുള്ള സംഭവത്തിലോട്ട് പോവുകയും ചെയ്തെങ്കിലും അതിനിടയ്ക്ക് കെയ്നെ പെനാൽറ്റിയുടെ കിട്ടിക്കൊണ്ടാണ് അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റിയത്. മാക്സിമം മെക്സിക്കോ അവസാന നിമിഷം വരെയും നല്ല ഹെവി ആയിട്ട് ഫൈറ്റിംഗ് സ്പിരിറ്റോട് നല്ല രീതിയിൽ ട്രൈ ചെയ്തു 3-3 ആക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും അടിപൊളി ഗെയിം തന്നെ ആയിരുന്നു. അപ്പോൾ അടുത്ത കളിയുടെ വിശേഷമായിട്ട് കാണും വരേക്കും ബൈ.